നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിക്ക് മുകളിൽ നമ്മൾ കാണാത്ത ആകാശത്തിന്റെ അനന്തതയിൽ ഒരു നിശബ്ദ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ആദ്യ വെടിയുതിർക്കുന്നത് ഭൂമിയിലായിരിക്കില്ല, മറിച്ച് ശൂന്യാകാശത്തിൽ നിന്നായിരിക്കും. കഴിഞ്ഞ 16 മാസങ്ങൾക്കുള്ളിൽ ഭാരതത്തിന്റെ അതിർത്തിക്കുള്ളിൽ വലിയ മാറ്റങ്ങളൊന്നും ദൃശ്യമായില്ലെങ്കിലും നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ആകാശത്ത് വലിയൊരു അട്ടിമറി നടന്നുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാന്റെ ബഹിരാകാശ ഏജൻസിയായ സുപാർകോ ചൈനയുടെ സഹായത്തോടെ 6 അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത്. ഓരോ 48 മണിക്കൂറിലും ഇവ ഇന്ത്യയുടെ സൈനിക താവളങ്ങളെയും നീക്കങ്ങളെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. 1961 സ്ഥാപിതമായ പാകിസ്ഥാന്റെ ബഹിരാകാശ ഏജൻസി കഴിഞ്ഞ 6 പതിറ്റാണ്ടിനിടയിൽ ആകെ വിക്ഷേപിച്ചത് വിരലിലെണ്ണാവുന്ന ഉപഗ്രഹങ്ങൾ മാത്രമാണ്. എന്നാൽ 2025 ജനുവരി മുതൽ 2026 ഏപ്രിൽ വരെയുള്ള വെറും 16 മാസങ്ങൾക്കുള്ളിൽ അവർ 6 സാറ്റലൈറ്റുകൾ ഭ്രമണപഥത്തിൽ എത്തിച്ചു. പൗസാറ്റ് സീരീസിലുള്ള ഉപഗ്രഹങ്ങളാണ് ഇവ. എന്താണ് പെട്ടെന്നുണ്ടായ പാകിസ്ഥാന്റെ ഈ ബഹിരാകാശ കുതിപ്പിന് പിന്നിലുള്ള രഹസ്യം? പ്രതിരോധ വിദഗ്ധരുടെ നിഗമന പ്രകാരം ഇവ വെറും ശാസ്ത്രീയ ഉപഗ്രഹങ്ങളല്ല. ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ, വ്യോമസേന താവളങ്ങൾ, മിസൈൽ വിന്യാസങ്ങൾ എന്നിവ 24 മണിക്കൂറും നിരീക്ഷിക്കാൻ പാകത്തിലാണ് ഈ ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥം. ചൈനയുടെ അത്യാധുനിക ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് സാങ്കേതിക വിദ്യയാണ് ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലൂടെ മരങ്ങൾക്കടിയിലോ നെറ്റുകൾ ഉപയോഗിച്ചോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സൈനിക വാഹനങ്ങളും ആയുധങ്ങളും വരെ കൃത്യമായി കണ്ടെത്താൻ പാകിസ്ഥാന് സാധിക്കും. പാകിസ്ഥാന് സ്വന്തമായി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള സാങ്കേതിക വിദ്യയില്ല. അപ്പോൾ പിന്നെ ആരാണ് ഇതിന് പിന്നിൽ? ഉത്തരം വളരെ ലളിതമാണ്: ചൈന. ഇന്ത്യയെ 2 മുന്നണികളിൽ ഒരേ സമയം നേരിടുക എന്ന ചൈനയുടെ തന്ത്രത്തിന്റെ ഭാഗമാണിത്. ചൈനയുടെ സ്വന്തം ഉപഗ്രഹ ശൃംഖലയും പാകിസ്ഥാന്റെ ഈ പുതിയ 6 ഉപഗ്രഹങ്ങളും ഒന്നിച്ചു ചേരുമ്പോൾ ഭാരതത്തിന്റെ ഓരോ ഇഞ്ചും അവരുടെ നിരീക്ഷണ വലയത്തിലാകുന്നു. അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള അതിർത്തി സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് ബഹിരാകാശത്തെ ഈ കളി മുറുകുന്നത് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഈ നീക്കങ്ങൾ കണ്ട് ഭാരതം കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണോ? ഒരിക്കലുമല്ല. ശത്രുവിന്റെ കണ്ണുകൾ ആകാശത്തുണ്ടെങ്കിൽ ആ കണ്ണുകളെ അന്ധമാക്കാനുള്ള ആയുധങ്ങൾ ഇന്ത്യ പണ്ടേ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. 2019 ഇന്ത്യ നടത്തിയ മിഷൻ ശക്തി ഓർമ്മയില്ലേ? ആകാശത്ത് പറക്കുന്ന ഒരു ഉപഗ്രഹത്തെ മിസൈൽ അയച്ച് തകർത്തുകൊണ്ട് ബഹിരാകാശ യുദ്ധത്തിന് ഞങ്ങൾ സജ്ജരാണ് എന്ന് ഇന്ത്യ ലോകത്തിനു മുന്നിൽ അന്നേ തെളിയിച്ചതാണ്. ഇന്ന് ഇന്ത്യക്ക് സ്വന്തമായി ഡിഫൻസ് സ്പേസ് ഏജൻസി എന്നൊരു ബഹിരാകാശ സേനയും ശത്രുരാജ്യങ്ങളുടെ ഓരോ ഉപഗ്രഹ ചലനവും ട്രാക്ക് ചെയ്യുന്ന പ്രൊജക്ട് നേത്ര എന്ന പദ്ധതിയും നിലവിലുണ്ട്. കൂടാതെ ഭാരതം ഇപ്പോൾ SBS-3 അഥവാ സ്പേസ് ബേസ് സർവൈലൻസ് 3 പദ്ധതിയുടെ ഭാഗമായി 50-ലധികം പുതിയ ചാര ഉപഗ്രഹങ്ങളാണ് ബഹിരാകാശത്തേക്ക് അയക്കാൻ ഒരുങ്ങുന്നത്. മാത്രമല്ല, അടിയന്തര ഘട്ടങ്ങളിൽ അതിവേഗം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ സഹായിക്കുന്ന SSLV അഥവാ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ റോക്കറ്റുകളും പ്രതിരോധ ആവശ്യങ്ങൾക്കായുള്ള വേദ പദ്ധതിയും ഇന്ത്യയെ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ പ്രാപ്തമാക്കും. ഇനി യുദ്ധങ്ങൾ നടക്കുക മണ്ണിലോ വിണ്ണിലോ മാത്രമല്ല, അതിന്റെ അപ്പുറമുള്ള ശൂന്യാകാശത്തുമായിരിക്കും. പാകിസ്ഥാൻ ചൈനയുടെ തോളിലേറി ഇന്ത്യയെ നിരീക്ഷിക്കുമ്പോൾ ഭാരതം സ്വന്തം കരുത്തിലാണ് തങ്ങളുടെ ബഹിരാകാശ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത്. ആകാശത്തിലെ ഈ നിശബ്ദ യുദ്ധത്തിൽ ഭാരതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ISROയും ഇന്ത്യൻ പ്രതിരോധ സേനയും ഇന്ന് പൂർണ്ണ സജ്ജമാണ്. ശത്രുവിന്റെ കണ്ണുകൾ നമ്മളെ നോക്കുന്നുണ്ടാകാം, പക്ഷെ ഓർക്കുക, ഈ കണ്ണുകളെ ഇല്ലാതാക്കാനുള്ള നമ്മുടെ വിരൽ എപ്പോഴും ട്രിഗറിലാണ്. ജയ് ഹിന്ദ്.